ഇങ്ങനെയൊരു പ്ലാസ്മ ആർക്ക് ഉപയോഗിച്ച് നമ്മൾക്ക് വായുവിലൂടെ വൈദ്യുതി കടത്തിവിടാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ട്രാൻസ്ഫോമറുകളെക്കുറിച്ചും പ്ലാസ്മ ആർക്ക് ഉണ്ടാകുന്നതിനെക്കുറിച്ചും പറഞ്ഞുതരാം. എന്തായാലും നമുക്ക് ഒട്ടും സമയം പാഴാക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. പ്ലാസ്മ ആർക്കിനെ കുറിച്ച് നിരവധി പ്രൊജക്റ്റുകൾ ഇൻ്റർനെറ്റിൽ ഉടനീളമുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇൻസ്ട്രക്റ്റബിൾസ് സൈറ്റിലെ ദ ഇൻവെൻറ്റർ എന്ന വ്യക്തി തയ്യാറാക്കിയ പ്രൊജക്റ്റാണ്. ഇത് പ്ലാസ്മ ആർക്ക് ഉപയോഗിച്ച് ചെറിയ പാറ കഷ്ണങ്ങൾ ഉരുക്കുന്നതിനെ കുറിച്ചാണ്. ഈ പ്രൊജക്റ്റ് ഇതിനു വേണ്ടി കൂടുതൽ ആശയങ്ങൾ തരും. നിങ്ങൾ ഈ വീഡിയോയിൽ ലിങ്കിൽ നൽകിയിരിക്കുന്ന ഈ പ്രൊജക്റ്റ് കാണുക. ഈ വീഡിയോയിൽ നമ്മൾക്ക് ആവശ്യമുള്ള ഇത്തരം ട്രാൻസ്ഫോമറുകളാണ്. ഇത് അഡാപ്റ്ററുകളിൽ നിന്നൊക്കെ ലഭിക്കുന്ന ട്രാൻസ്ഫോമറുകളാണ്. ഇവയ്ക്ക് നമ്മൾ ഫ്ലൈബാക്ക് ട്രാൻസ്ഫോമറുകൾ എന്ന് പറയുന്നു. ഇവ വലിയ സാധാരണ ട്രാൻസ്ഫോമറുകളേക്കാൾ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഒരു ഫ്ലൈബാക്ക് ട്രാൻസ്ഫോമർ ആവശ്യമുണ്ടെങ്കിൽ പഴയ തരം CRT ടിവികളിൽ നിന്നും ലഭിക്കുന്നതാണ്. അത് വളരെ ഏറെ വോൾട്ടേജ് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. പക്ഷേ ഇതുകൊണ്ടും നമുക്ക് നടക്കും. സാധാരണ ട്രാൻസ്ഫോമറുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇലക്ട്രിക്കൽ സ്റ്റീൽ ഷീറ്റുകൾ കൊണ്ടാണ്. ഇതിൻ്റെ ഇയും ഐയും ആകൃതിയിലുള്ള സെക്ഷനുകൾ കൂട്ടി യോജിപ്പിച്ചാണ്. ഇതതിൻ്റെ I സെക്ഷനുകളാണ്. ഇവ ഓരോന്നും മറ്റൊന്നിൽ നിന്നും ഇൻസുലേറ്റഡ് ആണ്. അതുകൊണ്ട് ഇതിലൂടെ വൈദ്യുതി കടക്കുന്നതല്ല. ഇത് ട്രാൻസ്ഫോമറിനെ കൂടുതൽ സുരക്ഷിതമാക്കുന്നു. ഇത്തരം ഒരു കമ്പിക്ക് ചുറ്റുമാണ് E സെക്ഷനും I സെക്ഷനും ഉപയോഗിക്കുക. നമ്മൾക്ക് ഒരു ചെറിയ ഫ്ലൈബാക്ക് ട്രാൻസ്ഫോമർ ഒന്ന് പൊളിച്ചു നോക്കാം. ഇതിൻ്റെ മുകളിൽ ഇയും ഐയും സെക്ഷനുകൾ ഉപയോഗിച്ചല്ല ചെയ്തിരിക്കുന്നത്. ഇത് ആദ്യമേ 2 E സെക്ഷനുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മൾക്ക് ആദ്യം പ്രൈമറി കോയിൽ ഊരാം. ഇത് ഏകദേശം ഒരു 0.1 mm ഇനാമൽ കോപ്പർ വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾക്ക് ഇനി സെക്കൻഡറി കോയിലുകൾ നോക്കാം. ഇതിന് 2 സെക്കൻഡറി കോയിലുകളുണ്ട്. ഇത് മൊബൈൽ ഫോണിൻ്റെ ചാർജറിൽ ഉപയോഗിക്കുന്ന തരം ട്രാൻസ്ഫോമറാണ്. എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു 800 ആംപിയറിൻ്റെ മൊബൈൽ ഫോൺ ചാർജറിൽ നിന്നാണ്. നമ്മൾക്ക് ആദ്യം ഇതിൻ്റെ കോയിലുകൾ എങ്ങനെയൊക്കെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ I സെക്ഷൻ്റെ ഓരോ ഭാഗവും മറ്റൊന്നിൽ നിന്നും ഐസൊലേറ്റഡ് ആണെന്ന് നമുക്ക് മൾട്ടിമീറ്ററിൻ്റെ കണ്ടിന്യൂറ്റി ഫംഗ്ഷൻ ഉപയോഗിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇത്തരം സ്റ്റീൽ ഷീറ്റുകൾ ഫെറോ മാഗ്നറ്റിക് ആണ്. അതുകൊണ്ട് ഇത് കാന്തം ആകർഷിക്കുന്നു. ഇതിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഇവ മൊത്തം കാന്തിക ശക്തി വരുന്നു. ഇതാണ് ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കുന്ന തത്വം. കാന്തിക മണ്ഡലം ഉണ്ടാകുന്നതോടെ വൈദ്യുതി കൂടുന്നു അല്ലെങ്കിൽ കുറയുന്നു. ഇത്തരം കോയിലുകളാണ് ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കുന്നത്. ഇത് പ്രത്യേക തരം കമ്പികൾ ഇനാമൽ വാർണിഷ് കൊണ്ട് കോട്ട് ചെയ്തതാണ്. ഇവ വെറും ചെമ്പ് കമ്പികളല്ല. ഈ ട്രാൻസ്ഫോമറിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. കുറച്ചുകൂടി വ്യക്തമായ ട്രാൻസ്ഫോമറിൻ്റെ ഡയഗ്രമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു സാധാരണ ട്രാൻസ്ഫോമർ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒരു പ്രൈമറി കോയിലും ഒരു സെക്കൻഡറി കോയിലും ഉണ്ടാവും. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കാണിച്ചിരിക്കുന്നത് ഒരു 12 വാട്ട് 1 ആംപിയർ അഡാപ്റ്റർ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറാണ്. ഇതിന് ഒരു പ്രൈമറി കോയിലും 2 സെക്കൻഡറി കോയിലുമാണ് ഉള്ളത്. അവ 2 വോൾട്ടേജുകൾ നൽകുന്നു. ഓരോ ചാർജറിലും അവ വ്യത്യസ്തമായിരിക്കും. ഇത്
12 വാട്ട് 2 ആംപിയറിൻ്റെ ചാർജറിൽ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇതിന് ഒരു പിൻ അധികമുണ്ട്. അതിൻ്റെ കാരണം ഇതിൻ്റെ സെക്കൻഡറി കോയിലിൽ വയറുകൾ 3 കോയിലുകൾ ഉണ്ട്. മറ്റേ ട്രാൻസ്ഫോമറിൽ വെറും 2 കോയിൽ മാത്രമായിരുന്നുള്ളത്. ഇതിലെ അവസാനത്തെ 2 കോയിലുകൾ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരം ട്രാൻസ്ഫോമറുകളെ സെൻട്രൽ ടാപ്ഡ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നു. ഇത്തരം 2 കോയിൽ മാത്രമാണ് അവയ്ക്ക് ഉണ്ടാവുക. സെൻട്രൽ ടാപ്ഡ് അല്ലാത്ത കോയിലിനെയും കൂടി നമ്മൾ ഇപ്പോൾ ബന്ധിപ്പിക്കേണ്ടതാണ്. ഇങ്ങനെ ബന്ധിപ്പിക്കുമ്പോൾ കൂടുതൽ വോൾട്ടേജ് ഉപയോഗിക്കാൻ നമുക്ക് കഴിയും. നമ്മൾക്കിനി ഒന്ന് നേരത്തെ മൊബൈൽ ചാർജിലുള്ള ട്രാൻസ്ഫോമർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ആദ്യത്തെ 2 പിന്നുകളും നമ്മൾക്ക് ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്ററിൻ്റെ കണ്ടിന്യൂറ്റി ഉപയോഗിക്കുമ്പോൾ വയർ എവിടെയൊക്കെയാണ് എത്തുന്നതെന്ന് അറിയാൻ കഴിയും. ഇതിൽ ആദ്യത്തെ 2 കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മൂന്നാമത്തെ കോയിലുമായിട്ടുള്ള റെസിസ്റ്റൻസ് നോക്കാം. മൂന്നാമത്തെ പിൻ 4ാമത്തെ പിന്നുമായി ഒരു ബന്ധവും ഇല്ലാത്തതാണ്. അതുകൊണ്ട് നമുക്ക് 1ാമത്തെ പിന്നുമായി നോക്കാം. അപ്പോൾ ഇതിൽ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. അതിൽ നിന്നും നമുക്ക് ഇത് സെൻട്രൽ ടാപ്ഡ് ആയ ഭാഗമാണെന്ന് മനസ്സിലാക്കാം. ഇനി ഇതിൽ മറ്റൊരു പിൻ 4ാമത്തെ പിന്നും 5ാമത്തെ പിന്നും 3ാമത്തെ പിന്നും 4ാമത്തെ പിന്നും കൂടെ നോക്കുമ്പോൾ ഇത് അവ ഒരുമിച്ച് ബന്ധിപ്പിച്ചതാണെന്ന് മനസ്സിലാക്കാം. ഈ ട്രാൻസ്ഫോമറിൻ്റെ ഒരു പിൻ പൊട്ടിപ്പോയിട്ടുണ്ട്. ആ പിന്നിന് സ്ഥാനത്ത് ഒരു വയറാണുള്ളത്. ഇനി നമ്മൾക്ക് നേരത്തെ പറഞ്ഞ 12 വാട്ട് 1 ആംപിയർ പവർ സപ്ലൈയിൽ നിന്നും എടുത്ത ട്രാൻസ്ഫോമറിലേക്ക് കിടക്കാം. നമ്മൾ ഇതിൻ്റെ സെൻട്രൽ ടാപ്ഡ് അല്ലാത്ത കോയിലും സെൻട്രൽ ടാപ്ഡ് ആയ കോയിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബന്ധിപ്പിക്കേണ്ടതുണ്ട്. ഇതാണ് ഞാനൊന്നുകൂടെ ഇതിൻ്റെ റെസിസ്റ്റൻസ് കാണിച്ചു തരാണ്. നിങ്ങൾക്ക് കൃത്യമായി ഒന്ന് നോക്കാം. സോൾഡർ ചെയ്ത് വയ്ക്കുന്നതാണ് നല്ലത്. ഞാൻ തൽക്കാലത്തേക്ക് അതുകൊണ്ട് സോൾഡർ ചെയ്തിട്ടില്ല. ഇത് കുറച്ച് ടൈറ്റായി വെക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ലൂസ് കണക്ഷൻ മൂലം സ്പാർക്കുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾക്ക് ഇത് എങ്ങനെ വയറുകൾ കൊടുക്കാമെന്ന് നോക്കാം. അതിന് നമ്മൾക്ക് ആദ്യം വേണ്ടത് ഒരു എക്സ്റ്റൻഷൻ ബോർഡാണ്. നമ്മൾക്ക് ഇതിൻ്റെ എർത്തും ലൈനും കണ്ടുപിടിക്കണം. ഞാൻ ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. മൾട്ടിമീറ്ററിൻ്റെ കണ്ടിന്യൂറ്റി ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അധികവും നീലയോ പച്ചയോ നിറമുള്ള വയറുകളായിരിക്കും എർത്ത്. നമ്മൾക്ക് എന്തായാലും ആദ്യം ലൈനിൽ കൊടുത്ത് 3 വയറുകളിലേക്കും കൊടുത്തു നോക്കാം. അപ്പോൾ കിട്ടുന്നത് കുറഞ്ഞ റെസിസ്റ്റൻസ് കിട്ടുന്നതാണ് ഇതിൻ്റെ പിൻ. ലൈൻ കിട്ടിയാൽ നമ്മൾ അടുത്തത് ഫേസിലേക്ക് കൊടുക്കേണ്ടതാണ്, ന്യൂട്രലിലേക്ക് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് രണ്ടും കണ്ടുപിടിച്ച ശേഷം നമ്മൾ ആ വയറുകൾ സ്ട്രിപ്പ് ചെയ്ത് അതിലേക്ക് അലിഗേറ്റർ ക്ലിപ്പ് കൊടുക്കാം.
എന്നിട്ട് ഇത് ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കും. നേരത്തെ നമ്മൾ സെൻട്രൽ ടാബ്ഡ് ചെയ്ത് എടുത്ത സെൻട്രൽ ടാബ്ഡ് ആയ ഭാഗത്താണ് കൊടുക്കേണ്ടത്. ഈ കോയിലിൻ്റെ സെക്കൻഡറി സൈഡിൽ 2 കോയിലുകളുടെ 2 പിന്നുകൾക്കാണ് കൊടുക്കേണ്ടത്. 2 അറ്റത്തായിട്ടാണ് ഇവയുള്ളത്. പക്ഷേ ഇത് ഞാൻ കറണ്ടിലേക്ക് കൊടുക്കാൻ നോക്കുന്നില്ല. ഇത് ഞാൻ മുൻപ് ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ പ്ലഗിൽ നിന്നും ട്രാൻസ്ഫോമറിൽ നിന്നൊക്കെ സ്പാർക്ക് വന്ന് ബ്രേക്കർ ഓഫായി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും നടക്കുന്നതല്ല. എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.